ഹേ ഗൈസ്, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇപ്പോൾ ഏകദേശം നമ്മൾ 20 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി മൂന്നാർ നേര്യമംഗലം പാലം കഴിഞ്ഞ് തൊട്ടിപ്പുറത്ത് നിന്നിട്ട് കുറേ ഓർമ്മകളെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ഓർമ്മകളുണ്ട്. നമ്മുടെ പണ്ടത്തെ ഫോളോവേഴ്സിനൊക്കെ ഭയങ്കര ഒരു നൊസ്റ്റാളജി ആയിരിക്കാം ചാൻസ് വളരെ അധികം ഉണ്ട് കേട്ടോ. നമ്മൾ അങ്ങനെ ഇലക്ട്രിക് സൈക്കിളും കാര്യങ്ങളെല്ലാം എടുത്ത് നേരെ ഇടുക്കി ജില്ലയിലേക്ക് കിടന്നിരിക്കുകയാണ്. ഇടുക്കി ഇവിടെ നിന്ന് മൂന്നാറിലേക്ക് 60 കിലോമീറ്റർ ഉണ്ട്. സോ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞോളം റൈഡ് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്ത് കോതമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് കേട്ടോ. കാരണം എനിക്ക് 2 ദിവസത്തിനുള്ളിൽ തിരിച്ച് വീട്ടിലെത്തണം. അതുകൊണ്ട് കോതമംഗലം തൊട്ട് മൂന്നാർ വരെ ഏകദേശം 70-80 കിലോമീറ്റർ ഉണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ 70-80 കിലോമീറ്റർ ചവിട്ടാം എന്നാണ് കരുതിയിരിക്കുന്നത്. അതിൽ നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ് വരുന്നത് എന്തുകൊണ്ടാണെന്നത്, മൂന്നാർ തൃശ്ശൂരിൽ നിന്ന് മൂന്നാറിലേക്ക് ഒരു വട്ടം നമ്മൾ റൈഡ് ചെയ്തിട്ടുണ്ട്. അത് 3 കൊല്ലം മുന്നാണ്. നമ്മുടെ കോസ്മിക് സൈക്കിളുമെയാണ്. അപ്പോൾ മെയിൻ ഒബ്ജക്റ്റീവ് വരുന്നത് ഇലക്ട്രിക് സൈക്കിളിൽ കയറ്റം കയറുമോ എന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടി ആയിട്ടാണ് കേട്ടോ. കാരണം മൂന്നാർ സൈക്കിൾ ഫുള്ളായിട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇലക്ട്രിക് സൈക്കിൾ എന്തായാലും കയറും. ഞാൻ ചെറുവക വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ആരും വിശ്വസിക്കുന്നില്ല, ആരും അങ്ങനെ കണ്ടിട്ടില്ല. അത് ഇപ്പോഴും എനിക്ക് വരാറുണ്ട്, ഇലക്ട്രിക് സൈക്കിളിൽ കയറ്റം കയറും. അതുകൊണ്ട് നമ്മളിന്ന് മൂന്നാറിലേക്ക് ഇലക്ട്രിക് സൈക്കിളും പോവാണ്. സോ ഇതിൻ്റെ ഫുൾ റിവ്യൂ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്താ ബസ്സും ഇതൊക്കെ പോണ റൂട്ടിൽ നിന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതിന് ആക്ച്വലി ഈ ഒരു ബൈക്കിന് 35,000 രൂപ അടുത്ത് വില വരുന്നുണ്ട് കേട്ടോ. 4 മണിക്കൂർ ചാർജ് ചെയ്യണം. വണ്ടികളൊന്നും ഒതുങ്ങിയിട്ട് ബാക്കി പറയാമെന്ന് വിചാരിച്ചിട്ടാ. 4 മണിക്കൂർ ചാർജ് ചെയ്യണം. 4 മണിക്കൂർ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പെഡൽ അസിസ്റ്റൻറ്റിൽ ഏകദേശം 50 കിലോമീറ്റർ വരെ പോകട്ടെ. ഞാൻ ക്ലോക്ക് ചെയ്തിരിക്കുന്നത് ഏകദേശം 48 കിലോമീറ്ററാണ് ഇതിൽ പോയിട്ടുള്ളത്. ആക്സിലേറ്റർ കൊടുക്കാണ്ട് പെഡൽ അസിസ്റ്റൻറ്റിൽ. അപ്പോൾ നമുക്ക് ക്ലൈമ്പിലും കുറച്ച് ഉപകാരപ്പെടും എന്ന് കരുതുന്നു. സോ സ്റ്റേ ട്യൂൺ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പയ്യെ നമുക്ക് ഓരോ വിശേഷങ്ങളായിട്ട് പോവാം. 112 കിലോമീറ്റർ ആയിട്ടാണ്. ഞാൻ 195 കിലോമീറ്ററിൽ സൈക്കിൾ ചവിട്ടാൻ തുടങ്ങിയതാണ് കോതമംഗലത്ത് നിന്ന്. 195 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇതിൽ 212 കിലോമീറ്ററായി. അപ്പോൾ എത്ര കിലോമീറ്റർ ആയെന്ന്, നേര്യമംഗലം പാലം ഇപ്പോൾ കഴിഞ്ഞു. ഇതുവരെ മോട്ടർ ഓൺ ചെയ്തിട്ടില്ല. കണ്ട PAS 0 എന്ന് ഇട്ടിരിക്കണം കേട്ടോ. ഇതിൻ്റെ ഡിസ്പ്ലേ മാത്രം ഓൺ ചെയ്തിട്ടുള്ളൂ. അത് എത്ര സ്പീഡ് പോകാൻ പറ്റും എന്നുള്ള രീതിയിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സ്പീഡോമീറ്റർ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ മോട്ടർ ഓൺ ചെയ്തിട്ടില്ല. അപ്പോൾ മാക്സിമം കിലോമീറ്റർ മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ ക്ലൈംബ് ചവിട്ടി കയറ്റാനാണ്. കാരണം ക്ലൈമ്പിൻ്റെ അവിടെ എത്തുമ്പോഴാണ് നല്ല രീതിയിൽ നമുക്ക് പണി വരാട്ടോ. അപ്പോൾ ക്ലൈംബ് ചവിട്ടി കയറ്റാനാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നോർമലി ഒരു സൈക്കിൾ ചവിട്ടുന്ന രീതിയിലാണ് ഇത് ചവിട്ടണത് ഗൈസ്. എൻ്റെ സ്ട്രാവ അക്കൗണ്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഓട്ടോ പോസ്റ്റിലാണ് കൃത്യം 20 കിലോമീറ്റർ ഞാൻ ചവിട്ടിയിട്ടാണ്. ഞാൻ ഇതിൽ ട്രിപ്പ് ഇട്ടിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. 20 കിലോമീറ്റർ ചവിട്ടിയാലാണ് നമുക്കൊരു 40-50 കിലോമീറ്ററെങ്കിലും മോട്ടറിൽ പോകാൻ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഇത്ര നേരം മോട്ടർ ഓൺ ആക്കാണ്ടിരുന്നത്. ഇനി എൻ്റെ ലൊക്കേഷനിലേക്ക് ഞാൻ അവിടെ റിസോർട്ട് എടുത്തിട്ടുണ്ട്. നമ്മുടെ സ്വന്തം ഹോസ്റ്റൽ എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ എവിടെ പോകുകയാണെങ്കിലും ഹോസ്റ്റലിൽ താമസിക്കാറുള്ളൂ. അവിടുത്തെ കൾച്ചർ അതൊക്കെ ഞാൻ ലാസ്റ്റ് പറയാം. ഇപ്പോൾ നമുക്ക് 48 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഇത് പെഡൽ അസിസ്റ്റൻറ്റിൽ 48 കിലോമീറ്ററാണ് പോവുക. ഇതും ഇനി ഇവിടുന്ന് 48 കിലോമീറ്റർ ഉണ്ട്. സോ ഫുള്ള് ക്ലൈംബാണ് എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നോക്കി നോക്കാം നമ്മുടെ ഹോട്ടൽ വരെ. ഇത് എൻ്റെ മോനെ, ഓ ദൈവമേ, ഹോട്ടൽ വരെ ഓട്ടാണ് കേട്ടോ. നെട്ടോട്ടാണ്. നെട്ടോട്ടന്നല്ല, KSRTC പ്രൈവറ്റ് ബസ്സും. പടയോട്ടം എന്തിട്ടോട്ടം പറയാം. അപ്പോൾ എന്തായാലും അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. 48 കിലോമീറ്റർ പയ്യെ പോട്ടെ കേട്ടോ. ഞാൻ വീട്ടിലേക്കൊന്ന് അതിൻ്റെ ഇടയിൽ വിളിക്കണം. അപ്പോൾ ഒന്ന് സെറ്റ് ചെയ്യട്ടെ, സ്റ്റാർട്ട് ചെയ്യാം. സോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ മോട്ടറിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണത് കേട്ടോ. 20 കിലോമീറ്റർ ജസ്റ്റ് ഒരു വാമപ്പ് മാത്രമായിരുന്നു. നമുക്ക് വാമപ്പായി ഇനി പെഡൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ 10-15 സ്പീഡിൽ ഇപ്പോൾ പെഡൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ എൻ്റെ മോനെ കുരങ്ങന്മാർ 10-15 സ്പീഡിൽ കുരങ്ങന്മാരെ എനിക്ക് പേടിയാണ്. ഈറ്റ കൊടുക്കാൻ നിൽക്കുക പൊട്ടന്മാർ കുരങ്ങന്മാർക്ക്. റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നത് 5 മോഡുണ്ട്, 5 ഗിയറുണ്ട്, അങ്ങനെ കരുതാം പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. 5 ഗിയറുണ്ട്. 5 ഗിയറിൽ 1ാമത്തെ ഗിയറിൽ ഇട്ടിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം പെഡൽ അസിസ്റ്റൻറ്റ് 1% മാത്രമേ മോട്ടറിൻ്റെ സപ്പോർട്ട് ബൈക്കിന് കിട്ടുള്ളൂ. ബാക്കി നമ്മൾ ചവിട്ടണം. ആ ഒരു മോഡ് വെച്ചിട്ടാണ് ഇപ്പം നമ്മൾ റൈഡ് ചെയ്യണത് കേട്ടോ. അപ്പം ആ ഒരു മോഡിൽ തന്നെ അത്യാവശ്യം കിട്ടുന്നുണ്ട്. ബാറ്ററി കുറച്ച്
അതിൽ എടുക്കുള്ളൂ. അറിയില്ല, ഇനിയിപ്പോൾ ക്ലൈംബ് കയറി കഴിഞ്ഞിട്ട് അറിയുള്ളൂ കേട്ടോ. ഇപ്പോൾ ഏകദേശം ക്ലൈംബ് സ്റ്റാർട്ട് ചെയ്തു. ഇതാ ഇനിയിപ്പോൾ ചുരം പോലെ മേലോട്ട് കയറും. പക്ഷെ ഞാൻ ഇടയ്ക്ക് മൈനസ് ആവത്തും 0 ആവൂട്ടാ ഒരു പ്ലെയിൻ റോഡ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ. പ്ലെയിൻ റോഡ് കിട്ടി കഴിഞ്ഞാൽ ബാക്കി വിശേഷം പറയണ്ട. എൻ്റെ അമ്മേ ചാവും. ലഗേജും കാര്യങ്ങളൊക്കെ വെച്ചിട്ടേ ഇപ്പം ഞാൻ 10 സ്പീഡിലാണ് ഞാൻ പെഡൽ ചെയ്തിട്ട് പോണേ കേട്ടോ. ഇതാ ഫസ്റ്റ് ഇതിലിട്ടു. നമുക്ക് ഏകദേശം 15 സ്പീഡിൽ കയറുന്നുണ്ട്. കാരണം 10 സ്പീഡിൽ നിന്ന് 15 ആയി. മനസ്സിലായ? അങ്ങനെ നോർമലി ചവിട്ടുന്ന സൈക്കിൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കാലിന് അത്ര കഴപ്പ് വരുന്നില്ല കേട്ടോ. എന്നാൽ മസിൽസ് എല്ലാം ടൈറ്റ് ആവണമുണ്ട്. എല്ലാ ഇതും ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കെയിൽ ഓഫ് നമ്മളിപ്പോൾ ഒരു മൂന്നാർ റൈഡ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, മൂന്നാറിലേക്ക് റൈഡ് കഴിഞ്ഞാൽ ഒരു 100% ടയേർഡ് ആവുന്ന സ്ഥാനത്ത് നമ്മൾ 50% നമുക്ക് ടയേർഡ്നെസ് വരുന്നുള്ളൂ. അതുപോലെ തന്നെ നല്ലോണം സമയവും ലാഭിക്കാൻ പറ്റുന്നുണ്ട്. ഞാനിപ്പോൾ നേര്യമംഗലം പാലത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ചീയപ്പാറ വെച്ച് റൈഡ്. ഇപ്പോഴാണ് ഞാൻ സൈക്കിളിൽ നിന്ന് ഇറങ്ങണത് കേട്ടോ. പിന്നെ ഒരു കോൾ വന്നപ്പോഴാണ് നിർത്തിയിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാൻ പറ്റും കേട്ടോ. ചാർജ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാൻ പറ്റും എവിടെ എന്താ ഓണാവാത്ത. ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ചാർജ് ഇപ്പോഴും ഉണ്ട് കേട്ടോ. നേരത്തെ പറഞ്ഞോണം ഫസ്റ്റ് ഇതിൽ തന്നെയാണ് ഇട്ടിട്ട് ഞാൻ പോന്നിട്ടുള്ളൂ. സോ ഇപ്പോൾ നമ്മൾ ചീയപ്പാറ എത്തി. ഈ സാധനങ്ങളൊക്കെ ഒന്ന് അഴിച്ച് വയ്ക്കട്ടെ കേട്ടോ. കുറച്ച് നേരം ആയിട്ടുണ്ട് ഈ സാധനം ഇട്ടിട്ട് നിൽക്കണത്. സോ ഇതൊന്ന് ഊരിയിട്ട് സാധനം ഒന്ന് ഫ്രഷ് ആവട്ടെ കേട്ടോ. ഒരു നനഞ്ഞൊരു ഇതായിട്ടോ പിണ്ടി സംഭവം നേരത്തെ പറഞ്ഞോണം ടയേർഡ്നെസ് ഉണ്ട്. എന്നാലും ഫുള്ളി ടയേർഡല്ല, എന്നാലും ഒരു ഹാഫ് ടയേർഡ് ആണ് കിട്ടണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതി എഫേർട്ട് മോട്ടർ ഓൺ ചെയ്തിട്ടാണ് പോണത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞോണം ഇവിടെ ചീയപ്പാറ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെയൊക്കെ നമ്മൾ പണ്ട് വന്നിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട്. വെള്ളം ഉണ്ടോ? കുറേ അഴുക്ക് വെള്ളം ഉണ്ട്. അഴുക്ക് വെള്ളം അത് വേറെ ഒന്നുമില്ല കേട്ടോ. ഇനി മഴക്കാലം ആകുമ്പോഴാണ് കുറച്ചുകൂടി ഒന്ന് വെള്ളമായി സാധനം ഒന്ന് സെറ്റാവുള്ളൂ കേട്ടോ. ചീയപ്പാറ വാട്ടർഫോൾ ഇപ്പോൾ ഇല്ല, എന്നാലും ഒരു ചെറിയൊരു വാട്ടർഫോൾ. രണ്ട് ബാഗൂണി ഉരുട്ടെ കേട്ടോ. ബാഗൂണി ഉരുട്ടെ, അല്ലെങ്കിൽ കുറച്ച് പുറമൊക്കെ ഈ ബാഗ് വേറെ ബാഗില്ല. പിന്നെ ഞാൻ ഇത് വെച്ചിട്ടില്ല കേട്ടോ. ബോട്ടിൽ ഗേജ് വെച്ചിട്ടില്ല. വെള്ളം ഫുള്ള് കുടിക്കണത് ഇതിൽ നിന്ന് സിപ്പ് ചെയ്തിട്ടാണ്. ഇത് ആക്ച്വലി ഞാൻ ഓഫ് റോഡ് ചെയ്യാൻ പോകുമ്പോൾ ഏകദേശം 5000 രൂപ വില വരുന്നുണ്ട് ഈ ബാഗിന്. അപ്പോൾ ഓഫ് റോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അടുത്ത് ഇയർ എൻഡ് സെയിൽ ഉണ്ടല്ലോ, ഫിനാൻഷ്യൽ ഇയർ എൻഡിങ് സെയിലിൽ ഈ സാധനം ഓഫറിൽ കിടക്കുന്നുണ്ടായിരുന്നു. വാങ്ങി 2000 സംതിങ് ആണ്. വിസ് ബൈക്കറിൽ നിന്നാണ് ഈ ബാഗ് വാങ്ങിയത് കേട്ടോ. ഇതാണ് ബാഗ് വരണേ. സോ ചെറിയൊരു തണുത്ത വെള്ളം ഇന്നലെ രാത്രി ഓവർനൈറ്റ് ഫ്രീസറിൽ വെച്ചിട്ടാണ് ഞാൻ ബാഗ് എടുത്ത് കൊണ്ടുവന്നത് കേട്ടോ. സോ ബാഗും കൂടി ഒന്ന് ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് സമാധാനമാവട്ടെ. ഇവിടെ അങ്ങനെ അധികം ആളും തിരക്കുകളൊന്നുമില്ല. ഓരോ റിസോർട്ടുകളിലേക്കുള്ള ആൾക്കാരുകൾ മാത്രമേ ഇപ്പോൾ ഇവിടെ നിലവിലുള്ളൂ കേട്ടോ. മോനെ ഇത് ഫുള്ള് നനഞ്ഞിരിക്കണം കേട്ടോ. ഫുള്ള് നനഞ്ഞിരിക്കുക. ഇനിയിപ്പോൾ ബൈക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇങ്ങനത്തെ പരിപാടി ആക്ച്വലി ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ ഇത് ബുക്ക് ചെയ്യണം. റിസോർട്ടും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യണം, ഹോട്ടൽ ബുക്ക് ചെയ്യണം. ഓൺലൈൻ ബുക്കിംഗ് മാത്രമേ അവിടെ എടുക്കുകയുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഓൺലൈൻ ബുക്കിംഗ് മാത്രമേ എടുക്കുകയുള്ളൂ. ഓൺലൈൻ ബുക്കിംഗ് ചെയ്യണം, കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. അതാണ് ചീയപ്പാറ. പൈനാപ്പിൾ എത്രയാണ്? ഗൂഗിൾ പേ എടുക്കുന്നുണ്ടോ അവിടെ? ഒരു പൈനാപ്പിൾ എടുത്തോ. ഉണ്ട്, ഞാൻ പേഴ്സ് എടുത്തിട്ട് വരാം. ഒരെണ്ണം മതി. 30 രൂപ. എന്തായാലൊക്കെ കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ. ഒരു 10 മിനിറ്റോളം ഇവിടെ ഇരിക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ച് പൈനാപ്പിൾ വാങ്ങാമെന്ന്. സോ ഇതിൽ നിന്ന് ഒരെണ്ണം ഉപ്പ് ഇട്ടിട്ടുണ്ട്, മുളക് ഇട്ടിട്ടുണ്ട്. ഉപ്പ് മുളക് ഇട്ടിട്ടുണ്ട്. മോനെ നല്ല മധുരം. കുറച്ചുകൂടി വയ്യാണ്ടായിട്ടുള്ള കാരണം കുറച്ചുകൂടി രസം കൂടും കേട്ടോ.
ഈ സൈഡും വെള്ളം വരുന്നെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യട്ടോ. എനിക്കിങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ ഈ സൈഡും ഈ സൈഡിൽ നിന്നും വെള്ളം വരാറുണ്ട്, ഒരു പുളിപ്പ് വരാറുണ്ട്, കൊതി. ഒന്ന് സങ്കല്പിച്ച് ഇവിടെ വെള്ളച്ചാട്ടം കൂടി ഉണ്ടെങ്കിൽ ഇങ്ങനെ കാലും കയറ്റി വെച്ച് ഇങ്ങനെ ഇരിക്കുക, ഒരു ഇതെടുക്കുക, വൈബൊന്ന് ചിന്തിച്ച് നോക്കി നോക്കട്ടാ. കഴിക്കുക. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ടാവട്ടെ, നമ്മൾ ഇപ്പോൾ ഇവിടെ റെസ്റ്റ് ചെയ്യണു. ഇനി നമ്മൾ ഇതാ മോട്ടർ ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഫുൾ തന്നെയാണ് കേട്ടോ ബാറ്ററി കാട്ടണത്. ഒന്നാമത്തെ ഇതിലിട്ടു, പെഡൽ അസിസ്റ്റൻറ്റ് ഒന്നിലിട്ടു. ഇനി നമ്മൾ ആക്സിലേറ്റർ ഒന്ന് കൊടുക്കാം കേട്ടോ സ്റ്റാർട്ട് ചെയ്യാൻ. ഞാൻ ഇതുവരെ ആക്സിലേറ്റർ കൊടുത്തിട്ടില്ല കേട്ടോ, അത് ഓർക്കണം. ഫുള്ള് ഇതിലാണ് നമ്മളിനി പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി ഏകദേശം 38 കിലോമീറ്ററോളം ഉണ്ട്, 40 കിലോമീറ്ററോളം അടുത്തുണ്ട്. സോ നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വെള്ളം കുടിക്കാൻ ഇതുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ മോട്ടർ ഇല്ലാതെ നോർമൽ സൈക്കിൾ പോലെ ചവിട്ടാണെന്ന് നിങ്ങളൊന്ന് കരുത് എൻ്റെ പൊന്നിക്കുരങ്ങൻ. അങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങളൊരു MTB സൈക്കിളിൽ ബാക്കിൽ ഈ തീരെ എയർ ഇല്ലാണ്ട് എങ്ങനെയാണ് ചവിട്ടുക, ആ ഒരു ഫീലാണ് കേട്ടോ ഇത് കിട്ടുക ഈ ഒരു സൈക്കിൾ, ഇലക്ട്രിക് സൈക്കിൾ ചവിട്ടുമ്പോൾ. അപ്പോൾ ഊഹിക്കാമല്ലോ. ഇപ്പോൾ നമ്മൾ മോട്ടർ ഇട്ട് ചവിട്ട് കഴിഞ്ഞാൽ ചവിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്ന ഫീല് നിങ്ങളോട് പറഞ്ഞു തരാണെങ്കിൽ ഏകദേശം ഒരു റോഡ് ബൈക്കും നമ്മൾ ചുരം കയറി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ആ ഒരു എക്സ്പീരിയൻസാണ് കേട്ടോ എനിക്ക്. ഇത് മോട്ടർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, മോട്ടർ ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു MTB സൈക്കിളുമ്മേ ബാക്ക് ടയർ പഞ്ചറായിട്ട് ചവിട്ടി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ആ ഒരു ഫീൽ ഉണ്ടാവുക, ആ ഫീലിലായിരിക്കും മോട്ടർ ഇല്ലാതെ ഒന്നാമത്തെ ഗിയറിലിട്ട് കഴിഞ്ഞാൽ കേട്ടോ. ഏറ്റവും വലിയ പല്ലുള്ള ഗിയറിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന അനുഭൂതി അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ എങ്ങനെയാണ് കാര്യങ്ങളെന്ന്, ചെറിയൊരു ഐഡിയ കിട്ടുമല്ലോ. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ നമ്മളിപ്പോൾ ഇനി വല്ലറയാ ചീയപ്പാറ കഴിഞ്ഞിട്ടുള്ള വാട്ടർഫോളിൻ്റെ പേരെന്താ താഴെ കമൻറ്റ് ചെയ്യും. അപ്പോൾ ആ വാട്ടർഫോള് എത്താറായിട്ടുണ്ട്. പക്ഷെ നമ്മളത് അവിടെ നിൽക്കണില്ല, ജസ്റ്റ് ഒന്ന് കണ്ട് പാസ് ചെയ്ത് പോകണുള്ളൂ കേട്ടോ. കാരണം നമ്മൾ കുറച്ച് സമയം ഇരുന്ന് കഴിച്ച്. പിന്നെ എനിക്ക് വേറൊരു ഗുണമുള്ളത്, വെള്ളം കുടിക്കാൻ നിർത്തേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം നമ്മൾ ഈ പൈപ്പ് ഇട്ടിട്ടുള്ള കാരണേ, നേരത്തെ കാട്ടി തന്നില്ലേ, എന്താ ഞാൻ ഒന്നും കാട്ടി തരാം. എന്താ ഈ പൈപ്പുള്ള കാരണം ഇതൊന്ന് ഊരിയിട്ട് വായിൽ വെച്ചാൽ മതി. ചേട്ടാ വെള്ളം ആ നമ്മൾ ഇരുമ്പും പാലം ആ ഒരു ലൊക്കേഷനിൽ എത്തിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കോതമംഗലത്തു നിന്ന് ഞാൻ 2 ലിറ്റർ വെള്ളം ഫില്ല് ചെയ്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ വെള്ളമില്ല. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങനെ പെട്ടെന്ന് വെള്ളം കിട്ടുന്ന സ്ഥലം അല്ല എന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. സോ ഐ തോട്ട് സാധനം റീഫില്ല് ചെയ്തിട്ട് പോകാമെന്ന് കേട്ടോ. പെട്രോൾ പമ്പിൽ നിന്നാണ് ഞാൻ ഒട്ടുമിക്ക ടൈമും റീഫില്ല് ചെയ്യാറ്. ഞാൻ കാട്ടിത്തരാം. ഇതാണ് അതിൻ്റെ ബ്ലാഡർ വരണത്. സോ ഇത് അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാഗിൽ നിന്ന് അത് വിച്ഛേദിക്കപ്പെടും ഗൈസ്. ഇത്രയ്ക്ക് വെള്ളമുണ്ട് കേട്ടോ. 2 ലിറ്ററിൻ്റെ നിറച്ച് കൊണ്ടുവന്നതാണ്. തണുത്ത വെള്ളം കിട്ടുമോ? തണുത്ത വെള്ളമല്ലേ. സോ ഓപ്പൺ ചെയ്യുക, തുറക്കുക, നല്ല വെള്ളമല്ലേ, നിറയ്ക്കുക കേട്ടോ. സോ നമുക്ക് വെള്ളമായി ഗൈസ്. തണുത്ത വെള്ളമാണെങ്കിൽ തണുത്ത വെള്ളം ഗൈസ്, തണുത്ത വെള്ളം സെറ്റ് എൻ്റെ മോനെ പൊളിച്ച്. ഒരു റൈഡിൻ്റെ ഇടയ്ക്കൊക്കെ തണുത്ത വെള്ളം ഫ്രീ ആയിട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടാവുന്ന സന്തോഷം ചെറിയ അത്യാവശ്യത്തിന് നല്ല വലിയൊരു സന്തോഷം തന്നെയാണ് കേട്ടോ. പൊളിച്ച്. ഇനിയിപ്പം 2 ലിറ്റർ ഉണ്ടാവുമോ തണുത്ത വെള്ളം എന്നാണ് എൻ്റെ ഡൗട്ട്. അടുത്ത് ORS ഇടാറായിട്ട് എനിക്ക് ഏകദേശം തീരുമാനമായി തുടങ്ങിയിട്ടുണ്ട്. കാല് മസിൽസ് നല്ല പെയിനായി തുടങ്ങി, കാഫും തൈസും എല്ലാം പെയിനായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒറ്റ ഒരു ഇതിൽ മാത്രം ചെറിയൊരു സപ്പോർട്ട് മാത്രം ഇലക്ട്രിക്കിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടണമല്ലോ. ബാക്കിയൊക്കെ നമ്മൾ പെഡൽ ചെയ്തിട്ട് തന്നെയാണ് പോണത്. കുറച്ച് വേഗം നിറഞ്ഞെങ്കിൽ എൻ്റെ പുറമൊന്നും നിവർത്തായിരുന്നു, സ്ട്രെച്ച് ചെയ്യായിരുന്നു. ഇപ്പോൾ 1 ലിറ്ററായി കേട്ടോ. 1 ലിറ്ററായി. 1.5 ലിറ്റർ നിറയ്ക്കാം. ഇത് നമ്മൾ തൂക്കിയിടണം കേട്ടോ പുറത്ത്, അതാണ് വേറെ പാട്. ബൈക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട്, ചാവി ഊരി. ഇത് സ്ഥലം വരണത് അടിമാലി ഹോട്ടൽ ഇഫ്താർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലിലാണ് കേട്ടോ. ബൈക്ക് ഇവിടെ സേഫായിട്ട് ഇരിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാം, അല്ലെങ്കിൽ ചിലപ്പോൾ പണിയാവും കേട്ടോ. ഭയ്യ അപ്പോൾ സൈക്കിൾ ദേക്കോ
ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പോവാം. നമസ്കാരം, പേര് ജോയൽ. പണ്ടൊരു സൈക്കിൾ എടുത്തത് ഓർമ്മയുണ്ടാ? കോസ്മിക് അല്ല, ഒരു സൈക്കിൾ. അപ്പൊ ഞാൻ ദൈവമേ, ഞാൻ ക്യാമറയിൽ ഓൺ ചെയ്തോട്ടെ റെക്കോർഡിങ്. ഗൈസ് നോക്കൂ, എന്റെ ക്യാമറയിൽ ആരാണെന്ന് സുജിത്ത്. ദൈവമേ, ഇന്ന് കൈ വിറക്കിട്ട് ഗൈസ്. മനസ്സിലായി? ഞാൻ അന്ന് തള്ളിയതല്ല, ഞാൻ അന്നൊരു വീഡിയോ ഇട്ടിട്ടായിരുന്നു. സൈക്കിൾ ഇന്നത് ചൂസ് ചെയ്യണം, ഇന്ന സാധനങ്ങളൊക്കെ ചൂസ് ചെയ്യണം എന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറെ ഫ്രണ്ട്സ് പറഞ്ഞു തള്ളിയതായിരിക്കും. ഞാൻ മൂന്നാറ് സൈക്കിളിൽ പോണത് കണ്ടു, കാറ് കണ്ടു. ഞാൻ ഇനിയിപ്പോ മേലേക്ക് കയറിയ ഫുഡ് കിട്ടുമെന്ന് എനിക്ക് ഡൗട്ടാ. അപ്പൊ ഇവിടെ കണ്ടു, സന്തോഷം. ബ്രോന്റെ പേര്? കയ്യന്റെ ഇറക്കിണ്ടാവും, എന്നാലും കുഴപ്പമില്ല. ഒരുപാട് സന്തോഷം ബ്രോ. ഞാൻ ഇന്നലത്തെ വ്ളോഗും കണ്ടോളൂ ഞാൻ. അപ്പൊ ഞാൻ ഇല്ല, കഴിക്കാൻ പോണു, ഇവിടെ കഴിക്കാന്ന് വിചാരിച്ചത്. ഒരുപാട് സന്തോഷം. താങ്ക് യു. ഓക്കെ, താങ്ക് യു. സോ ഇപ്പോൾ ഒരു സമാധാനം കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ പോയി. ഇപ്പോൾ സമയം ഏകദേശം 12 മണി. നമ്മളൊരു ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം 12 മണിക്ക് ഇനിയിപ്പോൾ മേലെ കയറി കഴിഞ്ഞപ്പോൾ അടിമാലി എത്തി. ഇനിയിപ്പോൾ മേലെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുമോ ഇല്ലയെന്ന് എനിക്കറിയില്ല. സോ ഇവിടെ നിന്ന് തന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇനിയിപ്പോൾ മേലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ പണിയാവും കേട്ടോ. ഞാനവിടെ ഇത് ഹോസ്റ്റൽ ബുക്ക് ചെയ്തിരിക്കുന്നത് അവിടെ ഒടുക്കത്തെ വിലയാവാനും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 12 മണിയായപ്പോൾ ഫുഡ് കഴിക്കണം. എനിക്ക് വിശപ്പൊന്നുമില്ല, വെള്ളം കുടിച്ച് ഓൾമോസ്റ്റ് സാധനം വയറ് നിറഞ്ഞിട്ടാണ് ഇരിക്കണത്. എന്നാലും ഒരു ബിരിയാണി കഴിച്ചിട്ട് പോകാം. ആളെയൂണി കണ്ടൂല, അതുകൊണ്ടാണ് ഈ ഹോട്ടലിൽ കയറി തന്നെ. എന്തായാലും ബാക്കി സെറ്റ് കഴിച്ചു. അപ്പോൾ ബിരിയാണി ഇട്ടിട്ടുണ്ട്. എന്താ ബിരിയാണി ചെറിയൊരു ഇത് വെച്ച് ഒരു ഇത് കഴിച്ച് അവിടുന്ന് ഭക്ഷണവും കാര്യങ്ങളെല്ലാം കഴിച്ചു കഴിഞ്ഞു. 12:30 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൃത്യം 12:30 മണി. അടിമാലിയിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. മൂന്നാറ് ആ റൂട്ടായതുകൊണ്ട് തന്നെ വലിയ ചൂടുണ്ട്, പക്ഷേ കുഴപ്പമില്ല ഗൈസ്. ഇപ്പോൾ അരമണിക്കൂറായിട്ടുള്ളൂ ചവിട്ടി തുടങ്ങിയിട്ട്. ഇനിയിപ്പോൾ എന്തോരം എങ്ങനെയാണ് അതിൻ്റെ സ്ഥിതിഗതികളെന്ന് എനിക്കറിയില്ല. ഒന്നാമത്തെ ഇതിൽ തന്നെ ഇട്ടിട്ടുള്ളൂ. എല്ലാം ഒന്നിലാണ് കിടക്കുന്നത് കേട്ടോ. പെഡൽ അസിസ്റ്റൻ്റ് ഒന്നിലാണ്, ഗിയറും ഇപ്പോൾ ഒന്നിലാണ്. 1, 2 മാറി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, പെഡൽ ചെയ്യാണ്ട് പറ്റില്ല. സാധനം ചെറിയൊരു സപ്പോർട്ട് മാത്രമേ മോട്ടറിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുള്ളൂ. സോ ഇനി നമുക്ക് ആക്ച്വലി 17 കിലോമീറ്റർ ഉണ്ട് കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന സ്ഥലത്തേക്ക്. എനിക്കവിടെ ഉച്ചയ്ക്ക് എത്തണം എന്നാണ്. ഉച്ചയ്ക്ക് എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വെയിൽ കുറച്ച് രക്ഷപ്പെടാമല്ലോ. 13 കിലോമീറ്റർ കേട്ടോ. പിന്നെ കാട്ടണത് 13 കിലോമീറ്റർ. ദയവേ ഫോൺ നിൽത്ത് വീഴും. കുറച്ച് നടക്കാമെന്ന് വിചാരിച്ചു. കാല് മസില് ഒടുക്കത്തെ പെയിൻ. എൻ്റെ അമ്മേ, നമ്മളാ ടോ വെച്ച് ചവിട്ടി കാലേ ഒടുക്കത്തെ പെയിൻ വെച്ച് കഴിഞ്ഞാൽ ഒടുക്കത്തെ പെയിൻ. മൂന്നാറ് എത്തിയത് കൊണ്ട് തന്നെ ചെറിയൊരു അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊരു തണവ് അത്രയ്ക്കുണ്ട്. തൃശ്ശൂരിനെക്കാട്ടും ഭേദം എന്ന് പറയാം കേട്ടോ. കമ്പി ലൈൻ അവിടെ എത്തി നമ്മൾ. സോ കുറച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 5 മിനിറ്റായി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി 13 കിലോമീറ്റർ ഉണ്ട്. എന്തായാലും 2 മണിക്ക് മുന്നേ എത്തും എന്ന് കരുതുന്നു. ഞാൻ ഉച്ചയ്ക്ക് റെസ്റ്റ് എടുത്തിട്ട് ഉച്ച കഴിഞ്ഞിട്ട് കുറച്ച് വ്യൂസും ലൊക്കേഷൻസും കാര്യങ്ങളൊക്കെ കാണാൻ പോകാമെന്ന് കരുതിയേ. അറിയില്ല, നോക്കി നോക്കട്ടെ. സോ സമയം 1:30 മണി. എത്തിയിട്ടില്ല. ഒരു 80% എൻ്റെ കിളി പോയി തുടങ്ങിയിട്ടാ. ബാറ്ററി ഫുള്ള് കഴിഞ്ഞു. ഇനി പെഡൽ അസിസ്റ്റൻ്റ് ഉണ്ടാവില്ല. ഇതിവിടെ നിന്നുള്ള വ്യൂ നോക്കിയേ, നട്ടപ്പുറവയിലേ. എന്നാലും ചെറിയൊരു തണവ് എവിടെയുണ്ട് കേട്ടോ. ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ കാല് വിറയ്ക്കാണ്. ഇവിടുന്ന് പയ്യെ നമുക്ക് ഇറങ്ങാം കേട്ടോ. ഇവിടുന്ന് നമുക്ക് 4-5 കിലോമീറ്റർ ഉള്ളൂ. പറയുമ്പോൾ പെട്ടെന്ന് കഴിഞ്ഞു. പക്ഷേ സൈക്കിളിൽ ചവിട്ടുമ്പോൾ 4-5 കിലോമീറ്ററൊക്കെ കുറച്ചധികം കിലോമീറ്ററായി മാറൂട്ടാ. മോനെ സെറ്റ്. ഐ ലവ്
ഹിൽ സ്റ്റേഷൻ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഇതൊക്കെ പുതിയത് വന്ന കേട്ടോ. പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞിട്ട് ഞാനിതൊന്നും കണ്ടിട്ടില്ല. ഞാൻ 2 വർഷം ഇവിടെ മുന്നേ വന്നിട്ടുള്ളൂ കേട്ടോ. അവിടെ 2-3 വർഷം മുന്നാണ് വന്നിട്ടുള്ളത് ഇവിടെ. പള്ളിവാസൽ, ഐ ലവ് പള്ളിവാസൽ എത്തിയേസ്. അവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചേട്ടാ കരിക്ക് ഗൈസ്, കരിക്കിനൊരു വാട്ടച്ചൊക കേട്ടോ. വാട്ടച്ചൊക എന്തോ ഒരു കയ്പ്പ്, എന്തോ ഒരു ഇത് സംഭവം. ഇപ്പോൾ ഇതിൻ്റെ സ്ട്രോഡയാണോ എന്നറിയില്ല. എൻ്റെ അമ്മി സ്ട്രോഡയാണോന്ന് അറിയില്ല. ഒരു വാട്ടച്ചൊക ഗൈസ്. വേറെ ഹരഗതിയും പരഗതിയിലായിട്ട് ഞാൻ കുടിച്ചു. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെയാന്ന് തോന്നുന്നുണ്ട്. ആ വെയിലത്ത് ഇങ്ങനെ വെച്ച് ഇതിൻ്റെ തന്നെയാണ് കേട്ടോ ഒരു വാട്ടച്ചൊക്ക. എന്തായാലും പോയി വെട്ടിയിട്ട് കാര്യമില്ല. എന്തായാലും 5 കിലോമീറ്റർ ഉള്ളൂ. പയ്യെ നമുക്ക് ഇവിടെ നിന്ന് നീങ്ങാൻ കേസ്, അല്ലാണ്ട് ശരിയാവില്ല. ഇപ്പോൾ 2 മണി കേട്ടാ. 2 മണിക്ക് നമ്മൾ മലനിരകൾ കണ്ടു തുടങ്ങി ഗൈസ്. യുറൈക്ക ഫൈനലി. എൻ്റെ മോനെ, ഈ ഒരു വ്യൂ കാണുമ്പോൾ കിട്ടുന്നൊരു സമാധാനം ഇത്ര നേരം ചവിട്ടിയത് വെറുത്തായിന്ന് ഇപ്പോഴാണ് തോന്നണം കേട്ടാ. നമ്മുടെ ഹോട്ടലിലേക്ക് 1.5 കിലോമീറ്റർ ഉണ്ട്. അറിയില്ല മോനെ, സത്യമായിട്ട് ഇത്ര നേരം നമ്മൾ ദൈവേ എത്തിയാൽ മതിയായിരുന്നു വിചാരിച്ച് ഫൈനലി നമ്മൾ ഈ വ്യൂ കണ്ടിരിക്കുകയാണ്. ഇത് കണ്ട ഒരു സമാധാനമായിട്ടാ. ഞാൻ ബൈക്ക് ഇവിടെ നിന്ന് വെക്കട്ടെ, എന്നിട്ട് വെൽക്കം ടു മൂന്നാറിൻ്റെ അവിടെ മാൻഡറ്ററി ആയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് കേട്ടോ. ഞാൻ എന്തായാലും ഒന്നുകൂടി വരുന്നുണ്ട്. ഇപ്പോൾ റിസോർട്ടിൽ പോയിട്ട് ഹോസ്റ്റലിൽ പോയിട്ട് നമുക്ക് ഒന്ന് റെസ്റ്റ് എടുക്കാം. ഇത്ര കയറി വന്നല്ലോ, ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് എവിടെ വെൽക്കം ടു മൂന്നാർ. ഈ ഓട്ടോഷയുടെ ബാക്കിലുണ്ട് ഗൈസ്. വെൽക്കം ടു മൂന്നാർ. എൻ്റെ മോനെ, വെൽക്കം ടു മൂന്നാർ ഗൈസ്. മോനെ, ആ ഒരു സാറ്റിസ്ഫിക്കേഷൻ സെറ്റ്. ഇനി നേരെ 1.5 കിലോമീറ്റർ. അത് ഞാൻ എങ്ങനെ പോവാന്ന് ആലോചിക്കട്ടെ കേട്ടോ. എന്തായാലും വെറുത്താണ് സംഭവം. ഇത്ര നേരം ചവിട്ടിയതിൽ ആ ഒരു വ്യൂ റിവാർഡായിട്ട് കിട്ടുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം. സോ ഇനി നമുക്ക് പയ്യെ തള്ളി ചവിട്ടി ഒക്കെ പോവാട്ടാ. ഇതാ ഈ വഴി കൂടെ പോയിട്ടാണ് കേട്ടോ നമുക്ക് നമ്മുടെ ഇത് വരണത്. സംഭവം ഒരു കാര്യം പറയാം, ഉച്ചയ്ക്ക് 2 മണി 2:30 ആണെങ്കിലും എൻ്റെ ബോഡിമത്തെ ഹീറ്റ് തന്നെയുള്ളൂ കേട്ടോ. ഇവിടെ ഫുള്ള് ഒരു ക്ലൗഡി ആയിട്ടാണ് ഇവിടെ നിൽക്കണത്. സോ എൻ്റെ ലുക്ക് നോക്ക് ഇവിടെ നിന്ന്. എൻ്റെ മോനെ, ഇത് ഇറങ്ങിയിട്ട് വേണം ഹോസ്റ്റലിലേക്ക് പോകാൻ, താമസിക്കുന്നിടത്ത് പോകാൻ. ബെസ്റ്റ് കണ്ണാ, ബെസ്റ്റ്. ഇത് തിരിച്ച് കയറണമെങ്കിൽ ഞാൻ 2-3 വട്ടം 2 ചാക്ക് വെള്ളം കുടിക്കേണ്ടി വരും. എൻ്റെ മോനെ, ബ്രേക്ക് നമുക്ക് കുറവാണ്. നമുക്ക് പയ്യെ ഇറങ്ങാം ഗൈസ്. എന്നാലും വ്യൂ നോക്കി ഇവിടുത്തെ. നൈസായിട്ടുണ്ട് അല്ലേ, അടിപൊളി വ്യൂ. പക്ഷേ ഈ ക്ലൈംബ് തിരിച്ച് കയറണം, അതാണ് അടുത്തൊരു പ്രശ്നം വരണത്. ദൈവമേ, ഇത് വലിയൊരു കൊക്കേൽക്കാണ് കേട്ടാ. ഒരു ബും കണ്ടൊരു ഇറക്കാണ്. നമ്മുടെ MTV ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് കുറച്ച് പേടിയാണ് എനിക്ക്, ഇതിൻ്റെ ബ്രേക്കിങ്ങും കാര്യങ്ങളൊക്കെ. ആ വ്യൂ നോക്ക്. ഹോസ്റ്റൽ മൂന്നാർ, അവിടെയാണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ ഓൺലൈനിൽ ബുക്ക് ചെയ്തു. ഏകദേശം 850 രൂപയാണ് ഒരാൾക്ക് ഒരു ബെഡ്. ഞാനെപ്പോഴും കഴിഞ്ഞൊരു 2 വർഷമായിട്ട് ഞാൻ ഇത് തന്നെയാണ് കേട്ടോ എല്ലായിടത്തേയും പോവാറ്. ബഡ്ജറ്റുമാണ്, നല്ല ക്ലീനുമാണ് ടോയ്ലറ്റും സർവീസും. പിന്നെ കുറേ പേരെ പരിചയപ്പെടാൻ പറ്റും ഗൈസ്. പരിചയം സോഷ്യലൈസ് ചെയ്ത് ആൾക്കാരായിട്ട് നമുക്ക് മിങ്കിൾ ചെയ്ത് ഒക്കെ ഇരിക്കാൻ പറ്റും കേട്ടോ. അതും ഒരു വലിയൊരു സംഭവമാണ്. സോ നമുക്ക് ചെക്കിനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ബാക്കി റൂമും കാര്യങ്ങളൊക്കെ കാട്ടിത്തരാം കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ റൂമിലെത്തിയിട്ട് ഡോമാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം 850 രൂപയാണ് നമ്മൾ ചാർജ് ചെയ്തിരിക്കുന്നത്. ഇതാണ് പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ. ഒരു അടിപൊളി പ്രോപ്പർട്ടി. ഞാൻ ഈ മൂന്നാർ നിന്നിട്ടില്ല ഹോസ്റ്റലിൽ, വയനാട് അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ നിന്നിട്ടുണ്ട്. ഹോസ്റ്റൽ അവിടെ നിന്നുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടു. ഇനി നമുക്ക് ഉള്ളിൽ കയറാട്ടോ. ഞാൻ ഇനി പുറത്തേക്ക് ഇറങ്ങുമോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല. കാലത്ത് ഇവിടെ ബൊഫേ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് രാത്രി ഫുഡ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. എഡിറ്റ് ചെയ്യുക, കിടന്നുറങ്ങുക പരിപാടികളാണ്. ഇതാണ് ഡോമെട്രി വരുന്നത്. ഡൽഹിയിൽ നിന്ന് 2 പേരുണ്ട്. ഡൽഹിയിൽ നിന്ന് 2 ലേഡീസ് ഉണ്ട് നമ്മുടെ റൂമിൽ.
പിന്നെ അരിമ്പൂരിൽ നിന്ന് ഒരു ഫ്രണ്ട് ഉണ്ട്, പിന്നെ ഞാനും ഉണ്ട്. സോ ഇതാണ് എൻ്റെ ബെഡ് കാര്യങ്ങളൊക്കെ ഇതാണ് വരുന്നത് കേട്ടോ. പിന്നെ താഴെ കാര്യങ്ങളൊക്കെ ഓരോരോ ഡോമെട്രിയും കാര്യങ്ങളും ഓരോ ബെഡാണ് കേട്ടോ. ഓരോ ബെഡിനാണ് 850 രൂപ ടാക്സ് അടക്കം വരണത്. സോ അടിപൊളി റൈഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവസാനത്തെ ഒരു 10 കിലോമീറ്റർ ശരിക്കും വലഞ്ഞു. ഇനിയിപ്പോൾ പറഞ്ഞോ ഓക്കെ ഇല്ല കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പറഞ്ഞു വന്നത് ഇനിയിപ്പോൾ ഇന്ന് പുറത്ത് ഇറങ്ങാൻ പരിപാടിയും പ്ലാനുകളൊന്നുമില്ല. 2:30-3 മണിയായി ഇപ്പോൾ സമയം. ഒന്ന് കുളിച്ച് ഫ്രഷ് ആവുക, സ്ട്രെച്ച് ചെയ്യുക, കിടക്കുക, റെസ്റ്റ് ചെയ്യുക. നാളെ കാലത്ത് 6 മണി 7 മണിയാകുമ്പോൾ എണീക്കുക, ഇവിടെ ചുറ്റുവട്ടത്ത് കാലം ഒന്ന് കറങ്ങുക. കാരണം ഫുൾ ചാർജ് ചെയ്ത് വെക്കണം. ഇപ്പോൾ ബാറ്ററി ഫുൾ ഡൗൺ ആണ്, ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. 4 മണിക്കൂർ ചാർജ് ചെയ്യണം. ഇവിടെ പരിസരത്ത് കറങ്ങുക. 8 മണിയാകുമ്പോൾ തിരിച്ച് ഹോസ്റ്റലിൽ വരാം. ഹോസ്റ്റലിൽ ഒന്ന് നല്ലൊരു ബൊഫേ കഴിക്കുക, തിരിച്ച് വീട്ടിലേക്ക് പോവുക. അതാണ് പരിപാടി. നാളെ ഡൗൺ ഹില്ലായിട്ട് നമ്മൾ ഹൈ സ്പീഡിൽ ചുരമൊക്കെ ഇറങ്ങി പോകട്ടെ. അതിൻ്റെ സ്പീഡോമീറ്റർ അടക്കം നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ പറ്റും. ഒരു സ്പെഷ്യൽ വീഡിയോ ആയിരിക്കും നാളെ വരുന്നത്. സ്റ്റേ ട്യൂൺഡ്. വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. നേരത്തെ പറഞ്ഞോണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക ഗൈസ്. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് ടിൽ നൗ. ഇനിയും തുടർന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വ്ളോഗിൽ കാണാം. ടിൽ ദെൻ ബൈ.